2017 ലോകേഷിന്റെ മാനഗരം എന്ന ചിത്രം റിലീസ് ചെയ്യുമ്പോൾ ഇന്ന് തെന്നിന്ത്യക്ക് അപ്പുറത്തേക്ക് ലോകേഷ് എന്ന സംവിധായകന്റെ പേരുയർന്നു കേൾക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചു കാണില്ല. എന്നാൽ അതേ വർഷം സംവിധാന രംഗത്ത് കടന്നു വന്ന് തന്റെ ആദ്യ സിനിമ തന്നെ ഹിറ്റാക്കിയ മറ്റൊരു സംവിധായകനും ഉണ്ടായിരുന്നു. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞെങ്കിലും ആറ്റിക്കുറുക്കിയ തന്റെ രണ്ടാമത്തെ സിനിമ അദ്ദേഹം ചെയ്യുന്നത് ഇപ്പോഴാണ്. മക്കൾ സെൽവനെ നായകനാക്കി നിധിലൻ സ്വാമിനാഥൻ ഒരുക്കിയ മഹാരാജ. മേക്കിങ്ങും തിരക്കഥയും പെർഫോമൻസും എല്ലാം ഊതിക്കാച്ചിയെ പൊന്നാക്കി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ച ചിത്രം ഇപ്പോൾ വെറും ഒരു ഹിറ്റല്ല, വിജയ് സേതുപതിയുടെ ശക്തമായ തിരിച്ചുവരവ് കൂടിയാണ്. 2017 സെപ്റ്റംബറിലാണ് നിധിലന്റെ ആദ്യ സിനിമ കുരങ്ങുബൊമ്മ പുറത്തിറങ്ങുന്നത്. അന്ന് വളരെയധികം നിരൂപക പ്രശംസ കിട്ടിയ ചിത്രമായിരുന്നു അത്. ആ സമയത്ത് മാനഗരം സിനിമ ചെയ്ത ലോകേഷ് ഇന്ന് നിരവധി ചിത്രങ്ങൾ ചെയ്ത് ഹിറ്റാക്കിയ തെന്നിന്ത്യയിലെ ഹിറ്റ് സംവിധായകരിൽ ഒരാളാണ്. പക്ഷേ നിധിലന്റെ രണ്ടാമത്തെ സിനിമയാണിത്. എന്നാൽ 7 വർഷം കാത്തിരുന്ന് അദ്ദേഹം ഇപ്പോൾ പ്രേക്ഷകർക്ക് നൽകിയ സിനിമ കണ്ടാൽ അതൊരു ചില്ലറ സിനിമയല്ലെന്നും കാത്തിരിപ്പ് വെറുതെ ആയില്ലെന്നും ഉറപ്പിച്ചു പറയാം. വളരെ സൂക്ഷിച്ചൊരുക്കിയെടുത്ത ഒരു സിനിമ. ബ്രില്യൻ്റ് ആയിട്ടുള്ള നിധിലന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ് അതിന്റെ പില്ലർ ഓഫ് സ്ട്രെങ്ത് എന്ന് പറയാം. കോമഡിയും ത്രില്ലിങ്ങും ഇമോഷൻസും ഒപ്പം വയലൻസും എല്ലാം വളരെ ഭംഗിയായി ഒത്തുപോകുന്നുണ്ട്. പറഞ്ഞു കേട്ട കഥയാണെങ്കിൽ പോലും അത് പറയുന്ന രീതിയാണ് സിനിമയെ മാറ്റി നിർത്തുന്നത്. സിനിമയിലെ കഥാപാത്രങ്ങളും അതുപോലെ തന്നെ കാണുന്നവർക്കുള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു ഫീലാണ് ഉണ്ടാക്കിയത്. ഈ സിനിമയും അതിന്റെ ചർച്ചകളും ഇത്രയ്ക്ക് ഹിറ്റാകാനുള്ള മറ്റൊരു കാരണം മക്കൾ സെൽവന്റെ പെർഫോമൻസ് ആണ്. താരത്തെ ഹിറ്റ് വില്ലൻ വേഷങ്ങളിൽ അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ടെങ്കിലും ഒരു സോളോ ഹിറ്റ് കണക്ക് 0 ആണ്. 6 വർഷങ്ങൾക്ക് മുൻപിറങ്ങിയ തൃഷയ്ക്കൊപ്പമുള്ള 96 ആണ് വിജയ് സേതുപതിയുടെ ഒരു സോളോ ഹിറ്റ്. അതിനുശേഷം എത്തിയ വിക്രം, മാസ്റ്റർ, ജവാനിലെല്ലാം താരത്തിന്റെ വില്ലൻ വേഷങ്ങൾ പക്ഷെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അടുത്ത കാലത്ത് സിനിമാ ലോകം കണ്ട് ആഘോഷിച്ച വില്ലൻ വേഷങ്ങൾ കൂടിയായിരുന്നു അവ. വിക്രത്തിലെ വില്ലൻ സന്താനത്തിന് ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് വരെയുണ്ട്. 2022 നായകനായി വന്ന കാത്തുവാക്കിലെ 2 കാതൽ എന്ന ചിത്രത്തിലെ പാട്ടുകൾ ഹിറ്റായെങ്കിലും ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റായില്ല. സാമന്തയും നയൻതാരയുമായിരുന്നു ആ ചിത്രത്തിൽ നായികമാരായെത്തിയത്. പിന്നീട് വിജയുടേതായി എത്തിയത് മെറി ക്രിസ്മസ് എന്ന ചിത്രമായിരുന്നു. ഹിന്ദിയിലും തമിഴിലുമായി വന്ന നിയോ നോയർ മിസ്റ്ററി ത്രില്ലർ ജോണറിൽ ഒരുങ്ങിയ ആ ചിത്രവും ബോക്സ് ഓഫീസിൽ കുത്തനെ വീഴുകയായിരുന്നു. നായികയായി കത്രീന കൈഫ്, ഒരു പ്രത്യേക ജോണർ എന്ന കാരണങ്ങൾ കൊണ്ടെല്ലാം പ്രഖ്യാപനത്തിന്റെ സമയത്ത് ചിത്രം വലിയ ചർച്ചയായിരുന്നു. എന്നാൽ ചിത്രം ഇറങ്ങിയതുപോലും ബോക്സ് ഓഫീസ് അറിഞ്ഞില്ല. അങ്ങനെ 2018 ശേഷം ഒരു സോളോ ഹിറ്റ് ഇല്ലാതിരുന്ന വിജയ് സേതുപതിക്ക് മുന്നിൽ മഹാരാജ നേടിക്കൊണ്ടിരിക്കുന്നത് വമ്പൻ വിജയമാണ്. തിരിച്ചു വരാൻ അദ്ദേഹം എങ്ങും പോയിട്ടില്ലെങ്കിലും കുറച്ച് സിനിമകളിലെ വില്ലൻ വേഷങ്ങളിൽ നിന്നും മാറി സോളോ ഹിറ്റ് നേടിയ ഹീറോയിലേക്കുള്ള ഒരു തിരിച്ചുവരവ് അദ്ദേഹത്തിന്റെ 50ാമത്തെ സിനിമയിലൂടെയാണ് എന്നതും ഒരു പ്രത്യേകതയാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.